നമസ്കാരം. സർക്കാർ വാഹനങ്ങൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കരുതെന്ന ചട്ടം ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണയ്ക്ക് അതൊന്നും ബാധകമല്ല. കക്ഷിയുടെ യാത്ര മുഴുവൻ സർക്കാർ വാഹനത്തിലാണ്, അതും പൊതുമരാമത്ത് മന്ത്രിയുടെ സർക്കാർ വാഹനത്തിൽ. മറ്റു മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വാഹനം ഒരെണ്ണം മാത്രം അനുവദിക്കുമ്പോൾ പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പ്രത്യേകമായി 2 ഔദ്യോഗിക വാഹനമാണ് അനുവദിച്ചിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോടും. അതേസമയം മുഖ്യമന്ത്രിക്ക് ഡൽഹി, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 3 ഔദ്യോഗിക വാഹനങ്ങളാണ് ഉള്ളത്. കൂടാതെ സുരക്ഷ എന്ന പേരിൽ 28ഓളം അകമ്പടി വാഹനങ്ങളും മുഖ്യനുണ്ട്. ഇതിൽ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ വാഹനമാണ് വീണ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാത്രമാണ് ചട്ടപ്രകാരം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ എങ്കിലും പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കളുടെ സ്കൂളിൽ പോക്കുവരെ സർക്കാർ വാഹനത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി 110.49 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥന്മാരുടെയല്ല, മറിച്ച് അവരുടെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ കൂടെ സർക്കാർ വഹിക്കണം എന്ന ചുരുക്കം. പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹന ദുരുപയോഗം വർദ്ധിച്ചതോടെ ഇന്ധന ചെലവിന് അധിക ഫണ്ട് അനുവദിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് ധനവകുപ്പ്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വാഹനങ്ങളിൽ അനധികൃതമായി കേരള സർക്കാർ എന്ന ബോർഡ് ഉപയോഗിക്കുന്ന ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നിയമപ്രകാരമല്ലാതെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് സ്വകാര്യ വാഹനത്തിൽ കേരള സ്റ്റേറ്റ് ബോർഡ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഈ നിയമം മറികടന്നിട്ടാണ് പലരും വാഹനത്തിൽ ഇതെല്ലാം വയ്ക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പിന്നീട് സർക്കാർ വാഹനങ്ങൾക്ക് പുതിയ നമ്പർ സീരീസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വകാര്യ വാഹനങ്ങളിൽ സർക്കാർ ബോർഡ് വയ്ക്കാൻ ഉദ്യോഗസ്ഥർക്കുള്ള അധികാരം പരിമിതപ്പെടുത്താനുള്ള ചർച്ചയും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ടാക്സി വാടകയ്ക്ക് വിളിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം RTO അധികൃതർ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഇത്തരത്തിൽ സർക്കാർ വാഹനങ്ങൾ വീട്ടാവശ്യത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുകയാണ് പല നേതാക്കന്മാരുടെയും കുടുംബം. എന്നുവെച്ചാൽ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നെടുക്കുന്ന കാശുകൊണ്ട് മന്ത്രിമാരുടെ കുടുംബം ഉൾപ്പെടെ ജീവിക്കുകയാണ് എന്നത് വ്യക്തമാകുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുന്ന കേരളത്തിലാണ് ഈ ചട്ടവിരുദ്ധ നടപടികളെല്ലാം നടക്കുന്നതെന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ പൊതുകടം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിൽ തുടരുന്നതായാണ് റിസർവ് ബാങ്കിന്റെ പഠന റിപ്പോർട്ട് പോലും. സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്ന് ഉറപ്പാക്കുന്ന ധന ഉത്തരവാദിത്ത നിയമത്തിൽ കടബാധ്യത സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 29% കവിയരുതെന്ന് നിർദ്ദേശിക്കുമ്പോഴാണ് കേരളം അത് 39.1% എത്തിയിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനം കടക്കണിയിലാകുന്തോറും സാധാരണക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിന്റെ ആഴം കൂടുന്നു. അപ്പോഴും വീണയെ പോലുള്ള മന്ത്രിപുത്രിമാരും മറ്റുമെല്ലാം യാതൊരു കഷ്ടപ്പാടും അനുഭവിക്കാതെ സുഖജീവിതം നയിക്കുകയാണ്. എന്നുവെച്ചാൽ സർക്കാർ ദൂരത്തിൽ കടം വന്നാലും അത് അനുഭവിക്കേണ്ടത് സാധാരണക്കാരെന്ന് വ്യക്തം.